വിദേശ വനിതയുടെ മൃതദേഹം മൊബൈൽ ഫ്രീസറിൽ സൂക്ഷിച്ചുവെന്ന പരാതി. മാനന്തവാടിയിലെ സ്വകാര്യ ആയുർവേദ റിസർച്ച് സെന്ററിൽ ചികിത്സയ്ക്കായി എത്തിയ ക്യാൻസർ ബാധിതയായ യുവതി കഴിഞ്ഞ 20-നാണ് മരിച്ചത്. മൃതദേഹം ആശുപത്രിയിൽ എത്തിക്കാതെ ആംബുലൻസിലെ മൊബൈൽ ഫ്രീസറിൽ സൂക്ഷിച്ചുവെന്നാണ് പരാതി വരുന്നത്. കാമറൂൺ സ്വദേശിയായ മോഗ്യം കാപ്റ്റുവിന്റെ മൃതദേഹമാണ് മാനന്തവാടിയിലെ സ്വകാര്യ ആംബുലൻസിൽ സൂക്ഷിച്ചത്. സ്വകാര്യ ആംബുലൻസ് മേഖലയെ മൊത്തം ബാധിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെതിരെ സമഗ്രമായ അന്വേഷണം വേണം. ഇത് എങ്ങനെ സംഭവിച്ചു? കാരണം 6 ദിവസം ഈ ബോഡി എവിടെയായിരുന്നു, അതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ പുറത്തു വരണം. ഈ ബോഡി എവിടെയായിരുന്നു, ഇത് പോലീസിൻ്റെ അറിവോടെയാണോ ഇത് വെച്ചത്, ഇതിന് FIR ഇട്ടിട്ടുണ്ടോ, അങ്ങനെയാണ് ഈ ബോഡിക്ക് എന്തുകൊണ്ട് ക്ലിയറൻസ് കിട്ടിയില്ല വിദേശത്തേക്ക് അയക്കാനുള്ളത് എന്നുള്ളത്. കാരണം ഇതൊരു വിദേശ വനിതയാണ്, 38 വയസ്സ് മാത്രം പ്രായമുള്ള വനിതയാണ്. ഈ വനിത എങ്ങനെ മരിച്ചു എന്നതിനെക്കുറിച്ചൊന്നും ഇതുവരെ ഒന്നും പുറത്തു വന്നിട്ടില്ല. പല ആരോപണങ്ങളാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കമൽ വിവരങ്ങൾ നൽകാനായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. കമൽ, ഈ ഉന്നയിക്കപ്പെടുന്ന അതായത് പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയാൻ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു വിവരവും മരണത്തെപ്പറ്റി മുന്നേ ലഭിച്ചിരുന്നില്ല. എന്താണ് ഉണ്ടായത്, എന്താണ് നാട്ടുകാർ പറയുന്നത്, അവിടെ അവരുടെ വിശദീകരണം എങ്ങനെയാണ് ഈ സെന്ററിനെ? ഇത്തരത്തിൽ ഈ ആരോപണങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് പറയുന്നത് നിയമവിരുദ്ധമായ അങ്ങനെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. മാത്രമല്ല, ഈ യുവതിയുടെ കുടുംബത്തിന് പരാതിയില്ല. യുവതിയുടെ സഹോദരിയുടെ അറിവോടെയാണ് ഈ ആംബുലൻസിലെ ഫ്രീസറിൽ തന്നെ മൃതദേഹം സൂക്ഷിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. മരണത്തെ സംബന്ധിച്ചും പരാതികളൊന്നുമില്ല. കാരണം ഈ യുവതി ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിലായിരുന്നു. ആ സമയത്താണ് ഇവർ യോഗ ആയുർവേദ ചികിത്സയ്ക്കായി ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ എത്തുന്നത്. അവിടെ വെച്ച് അസുഖം മൂർച്ഛിച്ച മരണമടഞ്ഞു. ഈ കൊണ്ടുപോകാനുള്ള പ്രൊസീജിയർ തീരുന്നത് വരെ ആശുപത്രി മോർച്ചറിയിലോ അല്ലെങ്കിൽ ആശുപത്രിയിലോ സൂക്ഷിക്കുന്നതിന് പകരം ഈ മൊബൈൽ ഫ്രീസറിൽ സൂക്ഷിച്ചു എന്നതാണ് പരാതിക്ക് അടിസ്ഥാനമായ കാരണം. ഇന്ന് പോലീസ് പറയുന്നത് ഇന്ന് BJP പ്രവർത്തകർ നൽകിയൊരു പരാതി അല്ലാതെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നോ മറ്റൊന്നും പരാതി ലഭിച്ചിട്ടില്ല. മാത്രമല്ല, മൃതദേഹം എംബസി വഴി തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോയി. എല്ലാ പ്രൊസീജിയറും പാലിച്ചാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് മറ്റ് നിയമപ്രശ്നങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ശരി. അതിലൊരു പരാതി ഉയർന്നു, പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് എത്ര കഴമ്പില്ല എന്ന നിലയ്ക്കുള്ള ഒരു വിഷയമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.